പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. വാതിലിന് നേരെ പടി വരില്ലെന്ന് പറയുമ്പോൾ വീട്ടിൻ്റെ വാതിൽ തുറന്ന ഉടനെ പടി കാണുന്നതാണോ എന്നുള്ളൊരു ചോദ്യം ഒരു വശത്തുണ്ട്. വാതിലിന് നേരെ പടി വരാമോ ഇല്ലയോ, ഇതൊരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനപ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും വീടിൻ്റെ നമ്മൾ വാതിൽ തുറന്നാൽ പടി എവിടെയെങ്കിലും കാണാതിരിക്കുന്ന ഒരു കാര്യം. പടി അടുത്ത മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള പടി നമ്മൾ കൊടുക്കുന്നത് താഴത്തെ നിലയിൽ ഒരു കൺവീനിയൻറ്റ് പ്ലേസിലായിരിക്കുമല്ലോ. അപ്പോൾ ഒരിക്കലും വാതിൽ തുറന്നാൽ പടി കാണരുത് എന്നുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻ ഇല്ല. അതങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റാണെന്ന് ഞാൻ പറയും. പിന്നെ എന്താണ് ഇതിനകത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ശരിക്കും മധ്യമവേദം എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് വാതിലിൻ്റെ സെൻറ്ററും നേരെ കാണുന്ന ഒരു പടിയുടെ ഒരു സെൻറ്ററുമാണെങ്കിൽ, പടി സെൻറ്റർ എന്ന് വെച്ചാൽ പടിയുടെ വിഡ്ത്ത് വൈസ് പടിയെ കാണുമ്പോൾ അതിൻ്റെ സെൻറ്റർ, അതാണ് ഇതിനകത്ത് യഥാർത്ഥ തിയറി. പക്ഷേ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നോക്കണം. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കാര്യം പലർക്കും ഒരു ഡൗട്ട് വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് പടി ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നത് കാണുന്നത് പ്രശ്നമാണോ? ഒരു പ്രശ്നവുമില്ല. കാരണം പടി എന്ന് നമ്മളിപ്പോൾ നോക്കേണ്ടത് വാതിലിന് നേരെ വരുന്നത് പടി ഗ്രൗണ്ട് ഫ്ലോറിൽ ഭൂമിയെ സ്പർശിച്ചുകൊണ്ട് പടി നിൽക്കുന്ന പടിയുടെ പോർഷൻ വാതിലിന് നേരെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഭൂമിയെ സ്പർശിച്ച് വാതിലിന് നേരെ പടി വരിക ആണെങ്കിലാണ് ഈ ദോഷം എന്ന് പറയുന്നത്. ദോഷത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടത് പറയുന്നുണ്ട്. ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണ് കൂടുതൽ അതിൽ വരുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പടി നേരെ വരുന്നു എന്ന് പറയുമ്പോൾ ഈ മുകളിൽ കാണുന്ന പടിയും എല്ലാം അങ്ങനെ ചിന്തിക്കരുത്. മുകളിൽ കാണുന്ന ഒരു ലെവലിന് മുകളിലോട്ട് ഭൂമിയെ സ്പർശിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മസ്ഥാനത്തേക്ക് പടി വന്ന് ഇറങ്ങുന്നതൊക്കെയാണ് ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. ബ്രഹ്മസ്ഥാനത്തിൽ പൊസിഷനിലേക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഈ ബ്രഹ്മസ്ഥാനത്തിൽ വന്ന് പടി ഇറങ്ങുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുപോലുള്ള അവസ്ഥകളാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള അവസ്ഥകൾ. പക്ഷേ ഇതിനകത്തൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ വീടിൻ്റെ വാതിൽ തുറന്ന ഉടനെ ഒരു പടി ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് കയറുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതൊരു ആദ്യത്തെ ഒരു 3-4 പടിയാണെങ്കിലാണ് ഈ വിഷയം വരുന്നത്. ആ ഒരു 3-4 പടി കഴിഞ്ഞിട്ട് ഇത് പിന്നെ മുകളിൽ പോയി തിരിയുന്ന സമയത്ത് നമ്മുടെ ഐ ലെവലിന് മുകളിലാണ് ആ പടി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലേക്ക് തിരിവിനൊന്നും ഈ ഒരു റൂൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് കൃത്യതയോടുകൂടി ഗ്രൗണ്ടിലേക്ക് വന്നിറങ്ങുന്ന പടി, ഗ്രൗണ്ട് ഫ്ലോറിൽ, അതായത് നമ്മുടെ തറയിലേക്ക് വന്ന് കണക്ട് ചെയ്യുന്ന ഭാഗം വാതിലിന് നേരിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് വിഷയം. പല സ്ഥലങ്ങളിലും വാതിലിന് നേരെ ഫുൾ വന്ന് കറക്റ്റ് ക്രോസ് ചെയ്ത് വരെ പടി നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്തൊരു ദോഷമാണ്. അപ്പോൾ അത് ശരിയായി വിശകലനം ചെയ്തിട്ട് മാത്രമാണ് നമ്മളിതിലൊരു തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ വെറുതെ ജസ്റ്റ് പടി കണ്ട ഉടനെ പടി ഇടിച്ച് കളയുക, അല്ലെങ്കിൽ പടിയെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി വയ്ക്കുക, അതൊന്നും വേണ്ട. അതിന് കാണുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ കാണുന്നതിനപ്പുറം ഇതിനകത്തുള്ളത് ഈ വേദം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ വേദം മനസ്സിലാക്കാതെ നമ്മൾ മധ്യമവേദം എന്ന് പറയുന്നത് 2 സ്ട്രക്ചറൽ എലിമെൻസിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ ഒന്നാവാൻ പാടില്ല എന്നുള്ളതാണ്. ഈവൻ നമ്മൾ ഡോറിൻ്റെ കേസിൽ നമ്മൾ പറയാറുണ്ട്, മഹാദ്വാരത്തിൻ്റെ സെൻറ്ററിന് നേരെ വേറൊരു ഡോർ വരുന്നത് വേദമാണ്. അപ്പം അങ്ങനെയുള്ള മധ്യമങ്ങൾ, അതുപോലെ മഹാദ്വാരത്തിന് നേരെ വെളിയിലുള്ള ഗേറ്റ് വരുന്നതും ഇതേ വിഷയമാണ്. ഗേറ്റ് വരുന്നതിനടുത്തും ഈ പറഞ്ഞ പോലെ ഗേറ്റിൻ്റെ സെൻറ്ററും വാതിലിൻ്റെ സെൻറ്ററും ഒന്നാണെങ്കിലാണ് വേദം വരുന്നത്, അല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ചിലർ പറയും നേരെ ഗേറ്റ് വരാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കാതെ, എന്ത് പ്രിൻസിപ്പിളിലാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. വ്യക്തതയോടുകൂടി പറയുകയാണ്, പടി എന്ന് പറയുന്നത് വാതിലിന് നേരെ വരുന്നതിന് 2 കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. നമ്മൾ കയറുന്ന നേരെ തന്നെ പടിയുടെ വിഡ്ത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വാതിൽ നേരെ കാണുന്ന പടി ഇങ്ങനെ കയറി പോകുന്ന പടി കാണുന്ന അവസ്ഥ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പടി ക്രോസ് ചെയ്ത് വരികയാണെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യുന്ന ആ ഒരു സ്ട്രെച്ച് ഓഫ് പടികൾ വാതിലിന് നേരെ വരിക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഇതിനകത്ത് മുകളിൽ പോകുന്നതിനൊന്നും ഒരു തരത്തിൽ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. അതിനെപ്പറ്റി നിങ്ങൾ അറിയേണ്ട ആവശ്യവുമില്ല. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.